പ്രിയമുള്ളവരെ, വളരെ ക്രിയാത്മകമായ വളരെ ചുറുചുറുക്കുള്ള പ്രചരണമാണ് ന്യൂസ് 24ഉം റിപ്പോർട്ടർ ചാനലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി സ്വരാജിന് വേണ്ടി നടത്തുന്നത് നമുക്ക് വ്യക്തമാകും. കാരണം ആ രണ്ട് ചാനലുകളും കാണുമ്പോൾ വളരെ ഏറെ അവർ സ്വരാജിന്റെ പ്രകീർത്തനങ്ങൾ കൊണ്ട് മുഖരിതമായിരിക്കുന്നു എന്ന് മനസ്സിലാകും. വളരെ ക്രിയാത്മകമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം LDFന് വേണ്ടി രണ്ടു ചാനലുകൾ നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. ഇനി ചാനലുകളുടെ മേധാവിമാർക്ക് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് കിട്ടുമോ എന്നത് നമുക്ക് പറയാതിരിക്കാൻ തരമില്ല. കാരണം നേരത്തെയും റിപ്പോർട്ടർ ചാനലിലെ വീണ ജോർജ് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ മന്ത്രിയായി. മറ്റൊരു ചാനൽ മുതലാളി നികേഷ് കുമാർ ഇലക്ഷനിൽ പരാജയപ്പെട്ടു. അദ്ദേഹം വീണ്ടും രാഷ്ട്രീയ മോഹം ഉപേക്ഷിക്കാതെ രാഷ്ട്രീയ മോഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ചാനൽ ഉപേക്ഷിച്ച് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചാനലിന്റെ ഏതെങ്കിലും മേധാവിമാർ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രകീർത്തനം മൂലം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാതെ തരമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ആ രണ്ട് ചാനലുകളുടെ പ്രവർത്തനം എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും UDF എങ്ങനെ ഈ പ്രചരണത്തെ മറികടക്കും എന്ന രീതിയിൽ നമുക്ക് സംശയമുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റിടങ്ങളിലുമൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് നിലമ്പൂരിൽ സ്വരാജിനെ മത്സരിപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റാണ് ഒരുപക്ഷെ LDFനെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ സ്വരാജിനെ പോലെ വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടെ എന്ന രീതിയിലേക്ക് LDFനെ ചിന്തിപ്പിച്ചത് എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾ ചില ഇടങ്ങളിലൊക്കെ കാണുന്നതിനിടയായി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം സ്വരാജിന്റെ ഒരു പേര് വളരെ നേരത്തെ തന്നെ LDF ചർച്ച ചെയ്തിട്ടുണ്ടാകണം. കാരണം എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ് CPM. മാത്രമല്ല അവർക്ക് വളരെ വലിയ പാർട്ടി സംവിധാനങ്ങളുണ്ട്. ഈ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാണെന്ന് അവർക്ക് അറിയുവാൻ, മണ്ഡലത്തിൽ അറിയുവാനുള്ള സംഘടനാ സംവിധാനമുണ്ട്. അങ്ങനെ ഒരു സംവിധാനത്തിൽ അവർ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ സ്വരാജ്. മറ്റു കുറച്ച് സ്ഥാനാർത്ഥികളെ കൂടി അവർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ അവസാനം ചെന്നെത്തിയത് സ്വരാജിൽ തന്നെ ആയിരിക്കും. കാരണം സ്വരാജ് മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. പക്ഷേ ചിലയിടങ്ങളിൽ നിന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടായതുകൊണ്ടും മാത്രമല്ല സ്വരാജ് ഈ മത്സരത്തിൽ ചെന്ന് തല വെച്ച് കൊടുക്കുവാൻ താല്പര്യം